ഹായ് ഹലോ, ഇന്നൊരു ക്യാരറ്റ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതിനായി 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞു വെച്ചു. അതിനോടൊപ്പം 2 സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിടാം. ഇനി അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടാം. ഒന്ന് മിക്സ് ചെയ്ത് അത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പിട്ടു. ഇനി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇടാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒന്നുകൂടി മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സാധാരണ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പം കുറച്ച് മധുരിക്കും ക്യാരറ്റ് മെഴുക്കുവരട്ടി. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് കുരുമുളകും കുറച്ച് മുളക് പൊടിയൊക്കെ പിന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് വേറൊരു ടേസ്റ്റ് വരും. ഒന്നുകൂടി റോസ്റ്റ് ആയതിനു ശേഷം അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ടത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ചു വെക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ക്യാരറ്റൊക്കെ ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്, അത് ഇട്ടു. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു. എരിവ് കുറച്ച് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടാൽ മതിയാവും. ഇത് കുറച്ച് സ്പൈസിയാണ്. അത് നന്നായി ഇനി റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് റോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഏകദേശം ക്യാരറ്റ് മെഴുക്കുവരട്ടി റെഡിയായി. ഇനി അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.